സംഭവം ഞാൻ ഷോർട്ട് കട്ട് പിടിച്ചാണ്. ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് വരുത്താന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചു. ഞാൻ ഉള്ളൂട്ടുള്ള വഴിയോട്ടെല്ലാം കയറിയിട്ട് ഇവിടെ നേരെ ഇടത്തുള്ളൂ എന്ന് വെച്ചിട്ട് കയറിയതാണ്. എന്തെല്ലോ വൈകാന്നുണ്ട്, പോയോക്കാം. എത്തിയാലെത്തി, അല്ലെങ്കിൽ തിരിച്ച് നടക്കണം. കണ്ട ഇതെല്ലാം സ്നോയാണേ. ഇപ്പം വീണപാടെല്ലാം തോന്നും. അതുകൊണ്ടാണ് ലാസ്റ്റ് അവിടെ നിന്ന് കുറേ കാണുന്നുണ്ട്. നേരെ മേലെ സംഭവം ഇതൊരു വില്ലേജ് ആട്ടായിട്ടുള്ള. സോ നമുക്ക് തപ്പി പിടിക്കണം. ഇപ്പോൾ വീഡിയോ മക്കളെ നമ്മൾ താമസിക്കാൻ പോകുന്നത്. സി ദ വ്യൂ. ഓ, ഞാൻ നമ്മുടെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളേ. ഇത് നോക്കിയാൽ സ്നോയായി കാണുന്നതൊക്കെ. ഇന്നലെ ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു പോലും. അതിൻ്റെ അതൊക്കെ ഇപ്പോൾ മെൽട്ടായിട്ട് ഒലിച്ച് പോയതാണ്. നോക്കി ഈ കുന്നിൻ്റെ ഏറ്റവും മേലെ നമ്മുടെ റൂം വരുന്നത്. അതിലോട്ട് ഞാൻ നടന്ന് വന്നത് ഷോർട്ട് കട്ടാണ്. വല്ലാത്തൊരു ഫീൽ മക്കളെ. കയ്യെല്ലുണ്ട്. കുളിച്ച സമയത്തുണ്ടല്ലോ ഞാൻ വിചാരിച്ച് തീർന്നു, ഞാൻ കട്ടിയായി, എനിക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന് വിചാരിച്ചേ. അങ്ങനത്തെ ഒരു ഫീല്. ജസ്റ്റ് ഫുഡ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ചെറിയൊരു ഹോട്ടൽ പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ എനിക്കൊന്ന് ഫുഡിന് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നേ. നല്ല റേറ്റ് ഉണ്ടല്ലോ അടി തോന്നുന്നത്. നോക്കാം, വെയിറ്റ് ചെയ്യാം. മണാലി ടൗണിലേക്ക് പോകുന്ന റൂട്ട്, അതിൻ്റെ ഇടയിലൊരു ചെറിയ ബ്രിഡ്ജാണ്. ഓ, ഇതാണ് നമ്മുടെ ബിലാസിനി നദി. അത് ഞാൻ തോന്നുന്നു. മോനെ തണുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഒരു മങ്കി ക്യാപ്പ് സാധനങ്ങളെല്ലാം വാങ്ങിക്കണം. മണാലി ടൗൺ ആ ഏരിയ നമുക്ക് അങ്ങോട്ടേക്കെല്ലാം പോയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഓൾഡ് മണാലി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറം കേട്ടോ. നോക്കിയാ മക്കളെ, ഞാൻ പണ്ടിവിടെ വന്നേ ഒരു 5-6 കൊല്ലം മുമ്പ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫീൽ തന്നെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ എങ്ങനെ വിൻ്റർ ടൈമിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. ഇവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ വെച്ചാൽ ചില സ്നോഫോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് ആവും. ഞാൻ കുറേ വണ്ടിൻ്റെ എല്ലാം മുകളിൽ കണ്ട് ഫുള്ള് സ്നോ ഉണ്ട്. ഇതെല്ലാം മെൽട്ടായി പോയിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. അതെല്ലാം നമുക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഇവിടുത്തെ ഒരു ക്രോസിംഗ് ബ്രിഡ്ജാണ്. ഇവിടെ ഇത് ഒരു ടിബറ്റൻ മന്ത്ര എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രാവലേഴ്സെല്ലാം വെച്ചിട്ട് ഒടിച്ചൊക്കെ എന്തോ ഉണ്ട്. ഓ നമ്മോ പറ്റി അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും ചരിത്രങ്ങളും കഥകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ രസമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മണാലി മാർക്കറ്റിലെല്ലാം ഇറങ്ങി ഇങ്ങനെ നടക്കലാട്ടാ. ഇവിടെ വന്നിട്ട് കുറച്ച് ബൈക്ക് റെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പറ്റുവാണെങ്കിൽ 2-3 ദിവസം ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ഹിമാലയക്കൊക്കെ 800 മുതൽ 1000 റേറ്റ് പറയുന്നത്. സ്കൂട്ടി ആണെങ്കിൽ 500 രൂപ ഡെയിലി. സോ ഞാനിങ്ങനെ നടന്ന് കളിക്കുന്നു. എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. വിശക്കുന്നൊന്നും ഇല്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും വിശപ്പൊന്നുമില്ല. തണുപ്പുള്ള ഉണ്ടാകുമ്പോൾ ഇത് മറ്റേ സാധനം, നിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ട് ഇനി. നാം ക്യാ ഹൈ ഭായി? യാക്ക് എന്ന് പറഞ്ഞ സാധനം മൂക്കിലിട്ടിരിക്കുന്നു. ഇത് മൂക്കിൽ എടുക്കുന്ന സാധനം കയറി ഇട്ടിട്ട് പിടിക്കുക. ഇത് ഗവൺമെൻറ് ഇനി വാങ്ങാം. പോലീസുകാരനെന്തോ കലമ്പല്ലോ. പോലീസുകാരൻ അതിനെ കണ്ട് മേടിച്ചിട്ടെന്തോ. ഇതാണ് നമ്മുടെ മണാലിയിലുള്ള മാൾ റോഡ്. അതിലുള്ള മാർക്കറ്റായി കാണുന്നത് കേട്ടോ. ഫുഡ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ ഫുഡിന് ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഡൽഹിയിലെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റിൽ നല്ല രസമാണ് ഇവിടെ. തണുത്തിട്ട് മങ്കി ക്യാപ്പെല്ലാം വാങ്ങിക്കണം പറ്റും. ഇന്ന് വേറെ കറക്കൊന്നും ഇല്ല കേട്ടോ. മാൾ റോഡിൽ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സമയം 5:45.
ഇതാ നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ ഈ സാധനം ഊരുമ്പോഴത്തേക്ക് കൈയെല്ലാം വിറക്കുന്നുണ്ട്. കയ്യാടി ഉണ്ടോയെന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല. ഇതൊന്നും എടുത്ത് ഇല്ലാണ് ഇപ്പം ഒന്നല്ല, ഫസ്റ്റ് വന്ന ദിവസം തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഒരു മങ്കി ക്യാപ്പെല്ലാം വാങ്ങണം എന്നെല്ലാം ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും ഡബിൾ എക്സ്പെൻസ് ആയിട്ട്, ഇപ്പം ഡബിൾ പൈസയാണ്, ഒന്നും പറയണ്ട. ചായ എല്ലാം സ്റ്റാർട്ടിങ് 30 റുപ്യയിൽ കുറഞ്ഞിട്ടൊന്നും ചായ ഇല്ല. കോഫിക്കെല്ലാം 90 റുപ്യല്ലാം വാങ്ങിക്കുന്നത്. ഇങ്ങനെ കുറച്ച് എന്താ പറയുക, നൂഡിൽസ് പോലത്തെ ചൗമിൻ അങ്ങനെ എന്തോ പറയുക ഇവിടെ, അതെല്ലാം കഴിച്ച് കുറച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇരിക്കണം. സോ ഇതാണ് ഒരു ആംബിയൻസ്. ഓക്കെ, ഞാൻ ചെറിയ മങ്കി ക്യാപ്പ് വാങ്ങിച്ചേട്ടാ, നടക്കൂല, പലതും വേണ്ടി വരും മിക്കവാറും, അല്ലാണ്ട് പിടിച്ചിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. രാത്രിയായി, ഏകദേശം രാത്രിയായില്ല, രാത്രിയാവാൻ പോകുന്ന സന്ധ്യാസമയം, നല്ല ക്രൗഡുണ്ട്. തണുപ്പാണെങ്കിൽ കൂടി വരുന്നതുകൊണ്ട് എനിക്ക് ആ മലയെല്ലാം കയറിയിട്ട് വേണം എൻ്റെ റൂമിലെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മെല്ലെ ഇന്ന് അങ്ങനെയൊക്കെ നടക്കണം. ഇന്ന് ഓടി വന്നതിൻ്റെ കുറച്ച് ക്ഷീണം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നല്ല റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റൂമിൽ ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൂമിലായാലും എവിടെയായാലും തണുപ്പ് തന്നെ. അയ്യോ, എന്താ മോനെ തീ എത്തിച്ചിട്ടുണ്ട്. ഇതാരോ കുറച്ച് ചൂടാക്കണം. जाना किस साइड आपने? किस साइड जाना भैया? हम यहीं पे रुक जाएंगे. भैया जाओ, आप मिल जाएगा ना. എന്താ മോനെ കൈ തീക്കത്തിട്ടാൽ പോലും തിരിയില്ല. അങ്ങനെ ആട്ടെ, यहाँ तो जा नहीं सकते भाई. आपके? अच्छा, कहाँ से? ഇങ്ങനെ സ്ഥലമാക്കിയിട്ട് കയറിക്കാൻ വേണ്ടി പൈസ ആക്കിയാൽ നല്ല പൈസ ആക്കാം. ഇത് കുറച്ച് ചൂടാക്കിയിട്ട് പോവാം. എന്തൊരു സുഖമെന്ന് അറിയാം. ഈ സംഭവം കിടക്കുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇതൊരു പാറക്കല്ലൊന്നുമല്ല, ഐസാണ്. ആ സ്നോ വീണിട്ട് അലിയാൻ ബാക്കിയുള്ള ഐസാണ് ഈ കാണുന്നത് കേട്ടോ. ടൗണിൽ നേരെ സൈഡിൽ മൊത്തം. കുറച്ചൊന്ന് ചൂട് കിട്ടിയാലോ ഒരു സമാധാനം കിട്ടി.